ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 21,840 ലെവലാണ്. അപ്പോൾ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 22,000, പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 21,600 ആണ്. അപ്പോൾ മാർക്കറ്റിൽ ഈ ലെവൽസ് ആണ് ഇപ്പോൾ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. ഇനി നമുക്ക് OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ന് പുട്ട് ഓപ്ഷനിലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിരുന്ന ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അത് സപ്പോർട്ട് എടുത്ത് നല്ല രീതിയിൽ മാർക്കറ്റിൽ നിന്ന് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലെവൽസ് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള ട്രെൻഡ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ട്രെൻഡ് ലൈൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോസിൽ നമ്മൾ ഈ ലെവൽസ് ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ ഈ ലെവൽസൊക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രമാണ് ഇന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ്, ഈ ലെവൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ലെവൽസ്. അടുത്ത ഇനി ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്ന് 45,908 ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് 46,000, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് 45,900 ആണ്. അപ്പോൾ ഈ ലെവൽസ് ആണ് ഇപ്പോൾ മാർക്കറ്റിൽ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസായി നിൽക്കുന്നത്. ഇനി OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ പുട്ട് ഓപ്ഷനിൽ തന്നെയാണ് ഇന്ന് ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതൽ വന്നിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് വന്നിരിക്കുന്നത് പുട്ട് ഓപ്ഷനിലാണ്. അതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ അപ് ട്രെൻഡ് ആയിരുന്നു. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി ടെക്നിക്കൽ ലെവൽസ് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം വരുന്ന ട്രെൻഡ് ലൈൻ ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്നു, മാർക്കറ്റ് കയറിപ്പോയി എക്സാക്റ്റ് നമ്മുടെ ആ ഒരു ലെവൽസിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. വീണ്ടും ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിപ്പോവാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ജസ്റ്റ് ആ ട്രെൻഡ് ലൈൻ മാറ്റിയിട്ട് വീണ്ടും ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലോയും കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹൈയും കണക്ട് ചെയ്യുന്ന രീതിയിൽ. ഇനി നാളെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്നെ ബൈയോ സെല്ലോ എടുക്കരുത്. ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം അടുത്തൊരു ക്യാൻഡിലും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ അടുത്തൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവൂ. ചിലപ്പോൾ ഫേക്ക് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരാറുണ്ട്, അത് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ്. ഇത് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്ത സ്റ്റോക്സുകൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് BHEലാണ്. അപ്പോൾ BHEയിൽ നല്ലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ് BHEയിൽ. അതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്യാം ട്രെൻഡ് ലൈൻ. പിന്നെ ഇവിടെ റീസെൻ്റ് ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ലെവൽസ് മാർക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്ക് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മുകളിലേക്കാണ് ബ്രേക്കൗട്ട് നടക്കുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ആദ്യം ഈ 2 ഹൈകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തത്. അതിനുശേഷം ഇവിടുത്തെ 2 ഹൈകൾ കണക്ട് ചെയ്ത് ഒരു താഴത്തേക്ക് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു. പിന്നെ ഇന്നത്തെ ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിൽ കൂടെ ആയിരുന്നു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് BHL. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ലെവൽസും ഈ ഒരു ലെവൽസും. അപ്പോൾ ഈ ഒരു ചാനൽ നാളെ ബ്രേക്കൗട്ട് നടക്കും. ആ ഒരു ബ്രേക്കൗട്ട് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ലെവൽസ് കൊടുത്തിരിക്കുന്നത് അടുത്ത സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവൽ അറിയാനാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ബാങ്ക് ബറോഡ ആണ്. അപ്പോൾ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ബാങ്ക് ബറോഡയും ഇതൊരു പാരലൽ ചാനൽ ഉള്ളിലൂടെയാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ഹിറ്റ് ട്രെൻഡ് ലൈൻ. പിന്നെ താഴത്തെ ഈ 2 ലോകൾ നമ്മൾ കണക്ട് ചെയ്ത് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ആ ഒരു സ്റ്റോക്സിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചുള്ള ട്രെൻഡ് ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പാരലൽ ചാനലിൻ്റെ ഉള്ളിലൂടെയാണ് മൂവ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഇനി അടുത്ത ദിവസം നമ്മളൊരു ബ്രേക്കൗട്ടാണ് നോക്കേണ്ടത്. അതായത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബൈ എടുക്കാം. അതല്ല താഴേക്കാണ് ബ്രേക്കൗട്ട് എങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെൽ എടുക്കാം. ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് വേദാന്തിയാണ്. ഈ 2 ഹൈ കണക്ട് ചെയ്ത് നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും കൂടി മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് ഒരു സെല്ല് കാണുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ മാർക്കറ്റ് താഴെ ടച്ച് ചെയ്ത് ഇത് സപ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് ബൈ എടുക്കാം. തിരിച്ച് കയറി പോകാനും ചാൻസ് ഉണ്ട്. ഇനി ഇന്ന് ന്യൂസ് ബേസ് ചെയ്തിട്ട് മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് വന്നതിൽ ആദ്യത്തെ സ്റ്റോക്സ് സൺസെയർ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ നിന്ന് 3% ഉയർന്നിരുന്നു. അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 55% വർധന വന്നതിന് പിന്നാലെയാണ് ഈ ഒരു ഉയർച്ച വന്നിരിക്കുന്നത്.
അടുത്ത സ്റ്റോക്സ് IREDA ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് 5% ഉയർന്ന് ഇന്ന് അപ്പർ സർക്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്സിൽ ഇന്ന് 2 കോടി ഷെയർസിൻ്റെ ഒരു ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 160 രൂപ ആവറേജ് പ്രൈസിൽ. അപ്പോൾ ഈ ഡീലിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 389.8 കോടി രൂപയാണ്. അടുത്ത സ്റ്റോക്സ് Paytm ആണ്. അപ്പോൾ Paytmൽ ഇന്നൊരു 10% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് Paytmനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി ന്യൂസ് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു 10% ഇടിവ് Paytmൽ വന്നിട്ടിരിക്കുന്നത്. അടുത്തത് ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇന്ന് 2.18% ഉയർന്നിരുന്നു. അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 38% വർധനവ് വന്നതിനെ തുടർന്നാണ് ഈ ഒരു ഉയർച്ച ഈ സ്റ്റോക്സിൽ വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് BPCL ആണ്. അപ്പോൾ BPCL ഇന്ന് 7.3% വർധനവാണ് വന്നിരിക്കുന്നത്. BPCL ESPS ട്രസ്റ്റ് 68,36,948 ഇക്വിറ്റി ഷെയർ ബ്ലോക്ക് ഡീൽ വഴി സെല്ല് ചെയ്തതിനെ തുടർന്നാണ് ഈ ഒരു വർധനവ് BPCL വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇന്ന് 3% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു കമ്പനിക്ക് ഇന്ത്യൻ നേവിയിൽ നിന്ന് 2,767.47 കോടിയുടെ ഡീൽ കിട്ടിയതിനെ തുടർന്നാണ് ഈ ഒരു സ്റ്റോക്സിൽ ഈ ഒരു വർധനവ് വന്നിരിക്കുന്നത്. അടുത്തത് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് ഇന്ന് 2% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഹൈദരാബാദിലെ രാജേന്ദ്ര നഗറിൽ 3,500 കോടി രൂപയുടെ വരുമാന സാധ്യതയുള്ള 12.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കുമെന്ന കമ്പനിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ ഈ ഒരു 2% വർധനവ് വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് നാൽക്കോ ആണ്. അപ്പോൾ നാൽക്കോ ഇന്ന് 9.48% വർധനവാണ് അവരുടെ ഷെയറിൽ വന്നിരിക്കുന്നത്. അതായത് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 84% ഉയർന്നതിനെ തുടർന്നാണ് ഈ ഒരു 9.48% വർധനവ് നാൽക്കോ സ്റ്റോക്സിൽ വന്നിരിക്കുന്നത്. അടുത്ത സ്റ്റോക്സ് L&T ടെക്നോളജി സർവീസ് ആണ്. അപ്പോൾ L&T ടെക്നോളജി സർവീസസും അതുപോലെ തന്നെ മറ്റ് IT കമ്പനികളിലെ സ്റ്റോക്സുകളിൽ ഇന്നൊരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് US ഇൻഫ്ലേഷൻ ഡാറ്റ വിചാരിച്ചാലും കൂടുതലായതാണ് ഈ ഒരു ഇടിവിന് കാരണം. അപ്പോൾ ഇത് മാർച്ചിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയാണ് കുറച്ചിരിക്കുന്നത്. അടുത്തത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ആണ്. അപ്പോൾ ഇന്ന് ഗ്ലെൻമാർക്ക് ഫാർമയും അതുപോലെ മറ്റ് ചില ഫാർമ കമ്പനീസും ഇന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് ഇതിന് കാരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന സ്റ്റോക്സുകൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.